അപ്പോൾ നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബ്രിക്ക് മേസണറിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിക്ക് മേസണറിയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചില ടെക്നിക്കൽ ടേംസ് വെച്ചിട്ടായിരുന്നു. കോഴ്സ് എന്താണ്, ഹെഡർ എന്താണ്, സ്ട്രക്ചർ എന്താണ് എന്നുള്ള ടേംസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കോഴ്സ് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി ആണെന്ന് പറഞ്ഞു. ഹെഡർ എന്ന് പറയുന്നത് ഷോർട്ടർ സൈഡ് ഓർ എൻഡ് ഫേസ് ഓഫ് ബ്രിക്ക് ആണെന്ന് പറഞ്ഞു. സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ്ങർ നാരോ സൈഡ് ഫേസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ടോപ്പ് ഫേസിനെ ബെഡ് എന്ന് പറഞ്ഞു. അതിലുള്ള ഒരു ഡിപ്രഷനെ ഇറ്റ്സ് ഫോം ദ കീ ഫോർ ദ മോട്ടർ. മോട്ടർ എന്നുള്ള ഒരു ഗ്രിപ്പ് ആയിട്ടുള്ള ഒരു കീ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്രഷനെ ഫ്രോഗ് എന്ന് പറഞ്ഞു. ദെൻ ബ്രിക്കിനെ അക്രോസ് എ വിഡ്ത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർഷനെ ബാറ്റ് എന്ന് പറയുമെന്ന് പഠിച്ചു. അതിൽ ഹാഫ് ബാറ്റ് ഉണ്ട്, 3/4 ബാറ്റ് ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഇറ്റ്സ് ലെങ്ത്. അതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്യണമെങ്കിൽ ഹാഫ് ബാറ്റും, 3/4 ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 3/4 ബാറ്റും എന്ന് പറയുന്നു പഠിച്ചു. അതിനുശേഷം ലെങ്ത് വൈസ് അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലോസർ എന്നാണ് അതിനെ പറയുക. ഇനി ക്യൂൻ ക്ലോസർ നമ്മൾ പഠിച്ചു. ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത് ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് എ ബ്രിക്ക് ഇൻ ലെങ്ത് വൈസ് ഇൻ ടു 2 പോർഷൻസ്. കിങ് ക്ലോസർ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള റിമൈനിങ് പോർഷനാണ് കിങ് ക്ലോസർ എന്ന് പറയുക. വിഡ്ത്തിൻ്റെ ഹാഫിലും ലെങ്ത്തിൻ്റെ ഹാഫിലും വെച്ച് കട്ട് ചെയ്തൊരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി റിമൈനിങ് ഉള്ള പോർഷന് കിങ് ക്ലോസർ എന്ന് പറയും. നെക്സ്റ്റ് ബെവൽഡ് ക്ലോസർ പഠിച്ചിരുന്നു. ബെവൽഡ് ക്ലോസർ വിഡ്ത്തിൻ്റെ ഹാഫിലും ഒരു എൻഡിലേക്കും വെച്ചൊരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അതിന് ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നു പഠിച്ചു. ദെൻ കോർണർ വാൾസിലുള്ള എഡ്ജ് ബ്രിക്സിനെ ക്യോയിൻസ് എന്നും ബ്രിക്കിൻ്റെ എഡ്ജസിനെ ആരിസ് എന്നും പറയുമെന്ന് പഠിച്ചു. ദെൻ ബുൾനോസ് ബ്രിക്ക് എന്താണെന്ന് പഠിച്ചു. ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു റേഡിയസിൽ ഒരു സർക്കുലർ ഒരു ബുള്ളിൻ്റെ നോസ് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ബ്രിക്കാണ്. അതിനൊരു സൈഡിലുണ്ടെങ്കിൽ അതിനെ സിംഗിൾ നോസ് എന്നും, രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ ബുൾ നോസ് എന്നും പറയുമെന്ന് പഠിച്ചു. നെക്സ്റ്റ് കോർബൽ എന്താന്ന് പഠിച്ചു. കോർബൽ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് സ്റ്റോൺ ആണ്. സപ്പോർട്ടിംഗ് സ്റ്റോണ് ഒരു വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ് നമ്മൾ കോർബൽ സ്റ്റോൺ എന്ന് പറയുക. കോപ്പിംഗ് എന്താണെന്ന് പഠിച്ചു. കോമ്പൗണ്ട് വാൾസിൻ്റെ ടോപ്പ് പോർഷനിൽ വെള്ളത്തിൻ്റെ സീപ്പേജ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തുള്ള ഒരു കവറിങ്ങിനെയാണ് കോപ്പിംഗ് എന്ന് പറയുക. ദെൻ കോർണിസ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് പ്രൊവൈഡഡ് നിയർ ദ ടോപ്പ് ഓഫ് വാൾ ഓർ അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ വാൾ ആൻഡ് സീലിംഗ്. വാളും സീലിംഗ് വരുന്ന ജംഗ്ഷനിൽ ഒരു ഓർണമെൻ്റൽ വർക്കായി കൊടുക്കുന്ന ഈ ഒരു ഇതിനെയാണ് ഓർണമെൻ്റൽ അറേഞ്ച്മെൻറ്റിനെയാണ് കോർണിസ് എന്ന് പറയുക. ഇത്രയും ടെക്നിക്കൽ ടേംസ് ആണ് ബ്രിക്ക് മേസണറിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പോർഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ബ്രിക്കിൻ്റെ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ബ്രിക്സ് നമ്മൾ പഠിച്ചു. ആ ടൈപ്പ് ഓഫ് ബ്രിക്കൊക്കെ പലതരത്തിലുള്ള മേസണറി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പലതരത്തിലുള്ള ബ്രിക്കുകൾ. പലതരത്തിലുള്ള ഷേപ്പുകളുള്ള ബ്രിക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്രിക്ക് മേസണറി ചെയ്യുക, ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മേസന്മാർ ചെയ്യുന്ന വർക്ക്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ബോണ്ടുകളുണ്ട്. ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് പലതരത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ബ്രിക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യണം. സോ ഇവിടെ ഒരു ജോയിൻറ്റ് വെർട്ടിക്കൽ, ഇതൊരു വെർട്ടിക്കൽ ജോയിൻ്റ് ആണ്. നെക്സ്റ്റ് ജോയിൻറ്റ് ഇതിൻ്റെ തൊട്ട് താഴെ വരില്ല, ജോയിൻറ്റ് കുറച്ചും കൂടി നീങ്ങിയിട്ട് വരിക. അതേപോലെ തന്നെ അടുത്ത ജോയിൻറ്റ് ഇങ്ങനെ വരും. സോ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലാണ് ബ്രിക്കുകൾ മേസണറി ചെയ്യാറുള്ളത്. കണ്ടിന്യൂസ് ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിൻറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ അതിന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ഒരു സെപ്പറേറ്റ് ഭാഗമായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ജോയിൻറ്റ്സ് ഉണ്ടാവുക. അങ്ങനെ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് പല രീതിയിൽ ബ്രിക്ക് വെച്ച് നമ്മൾ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാറുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഏതൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്കിനെയാണ് കോഴ്സ് എന്ന് പറയുക. സോ ഇതൊരു ഫസ്റ്റ് കോഴ്സ് ആണ്, സെക്കൻഡ് കോഴ്സ്, ദെൻ തേർഡ് കോഴ്സ്, ദിസ് ഇസ് ഫോർത്ത് കോഴ്സ്. സോ അതാണ് പഠിച്ചത്. ഇപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സ്ട്രക്ചർ ബോണ്ടാണ്. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾ ബ്രിക്സ് ആർ ലെയ്ഡ് ആസ് stretches on the face of walls. This pattern is used for half brick wall. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ഒരു ഷേപ്പിലാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു ചുമലിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ ബ്രിക്കിൻ്റെ ഏത് പോർഷനാണ് കാണുന്നത്? നമ്മൾ ബ്രിക്കിൻ്റെ ഓരോ ഭാഗങ്ങളും എന്താണെന്ന് പഠിച്ചു. ഈ ഒരു പോർഷനെ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ നമ്മൾ സ്ട്രക്ചർ എന്നാണ് പറയുക. ഈ ഒരു പോർഷനെ ഹെഡർ എന്നാണ് പറയുക. ഈ ഒരു പോർഷനെ ഫേസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബ്രിക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഭാഗമാണ്. സ്ട്രക്ചർ പല രീതിയിൽ ഓരോ കോഴ്സിനും, ഫസ്റ്റ് കോഴ്സും സെക്കൻഡ് കോഴ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫസ്റ്റ് കോഴ്സ് ആൻഡ് തേർഡ് കോഴ്സ് ഇസ് സിമിലർ, ദെൻ സെക്കൻഡ് കോഴ്സ് ആൻഡ് ഫോർത്ത് കോഴ്സ് ഈസ് ആൾസോ സിമിലർ. സോ ഇതിൻ്റെ ഓഡ് കോഴ്സുകളെല്ലാം സിമിലറും ഈവൻ കോഴ്സുകളെല്ലാം സിമിലറുമാണ്. ഈ രീതിയിലാണ് ഈ ബ്രിക്ക് മേസണറി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്നോ ഈ ഒരു സൈഡിൽ നിന്നോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗമാണ് കാണാനായിട്ട് സാധിക്കുക. സോ ഈ തരത്തിലാണ് ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ട്രക്ചർ ബോണ്ട് എന്നാണ് പറയുക. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഹാഫ് ബ്രിക്ക് വാൾ. ഹാഫ് ബ്രിക്ക് വാൾ ആണ്. ഇപ്പോൾ വൺ ബ്രിക്ക് വാൾ എന്ന് പറയുന്നത്, ഒരു ബ്രിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 19/9/9 ആണ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്. അതിൽ നോമിനൽ സൈസ് ഇൻക്ലൂഡിങ് മോർട്ടാർ തിക്നെസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്രിക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക്. അത് 20/10/10 ആയിരുന്നു. സോ വൺ ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാളിനെയാണ് വൺ ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറയാം. സോ ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ. So that will be 10 centimeter. 1.5 brick thick wall എന്ന് പറഞ്ഞാലോ, that will be 30 centimeter. 2 brick thick wall എന്ന് പറഞ്ഞാലോ, so that will be 40 centimeter. സോ ഇവിടെ ഈ തരത്തിൽ ഒരു സ്ട്രക്ചർ അറേഞ്ച്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് ഒരു ബ്രിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഹാഫ് ബ്രിക്ക് തിക്ക് വാളിൽ മാത്രമായിരിക്കും പോസിബിൾ ആയിരിക്കുക. സോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ദിസ് പാറ്റേൺ ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഹാഫ് ബ്രിക്ക് വാൾ അല്ലെങ്കിൽ ഹാഫ് ബ്രിക്ക് തിക്ക് വാൾ. സോ ഇത്രയാണ് സ്ട്രക്ചർ ബോണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ബ്രിക്കിൻ്റെ സ്ട്രക്ചർ വൈസ് ആയിരിക്കും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എലിവേഷൻ വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ബ്രിക്കിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും. സോ അത്തരത്തിലുള്ള ബോണ്ടുകളെ, അത്തരത്തിലുള്ള ബ്രിക്കിൻ്റെ മേസണറി ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ സ്ട്രക്ചർ ബോണ്ട് എന്നാണ് പറയുക. സോ നെക്സ്റ്റ് ഈസ് ഹെഡർ ബോണ്ട്. സ്ട്രക്ചർ ബോണ്ട് ഈ പറഞ്ഞാണെങ്കിൽ ഹെഡർ ബോണ്ട് എന്തായിരിക്കും? ഓൾ ദ ബ്രിക്സ് ആർ ലെയ്ഡ് ആസ് ഹെഡേഴ്സ് ഓൺ ദ ഫേസ് ഓഫ് വാൾ. ഇതിൻ്റെ നമുക്ക് വാളിൻ്റെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെ ഹെഡേഴ്സ് ആണ്. സോ ഇത് ഹെഡറാണ്, ഇത് ഹെഡറാണ്, ഇതൊക്കെ ഹെഡറാണ്. ഹെഡർ വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ് ബ്രിക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ
ഹെഡർ ബോണ്ട് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നോക്കി ഇതിന്റെ വാൾ തിക്നെസ് എത്രയായിരിക്കും? വാൾ വിൽ ബി ഓഫ് 1 ബ്രിക്ക് തിക്ക് വാൾ. 20 സെന്റിമീറ്റർ ആയിരിക്കും ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ടിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ പറഞ്ഞിട്ടുള്ള ഫോർ ബ്രേക്കിംഗ് ദ വെർട്ടിക്കൽ ജോയിന്റ്സ് ബാറ്റ്സ് ആർ യൂസ്ഡ്. ഇവിടെ 3/4 ബാറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. 3/4 ബാറ്റ്സ് ഉപയോഗിക്കുന്നതിന് വെർട്ടിക്കൽ ജോയിന്റ്, ഇവിടെ വീണ്ടും ഒരു ഹെഡർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് വരുമല്ലോ. സോ ആ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ബ്രിക്ക് ബാറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് കോഴ്സും തേർഡ് കോഴ്സും ഒരുപോലെ തന്നെയാണ്, സെക്കൻഡ് കോഴ്സും ഫോർത്ത് കോഴ്സും ഒരുപോലെ തന്നെയാണ്. സോ ഓഡ് കോഴ്സ് ഒരു അറേഞ്ച്മെന്റിലായിരിക്കും, ഈവൻ കോഴ്സ് വേറൊരു അറേഞ്ച്മെന്റിലായിരിക്കും. സോ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഹെഡർ ബോണ്ട് എന്ന് പറയുക. സോ ദിസ് ഈസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബോണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ബോണ്ട് എന്ന് പറയുന്നത്, ദിസ് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട് ഫോർ ഓൾ വാൾ തിക്നെസ്. എല്ലാ തരത്തിലുള്ള വാൾ തിക്നെസ്സിന് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ദിസ് ബോണ്ട് ഈസ് കൺസിഡേർഡ് ടു ബി ദ സ്ട്രോങ്ങസ്റ്റ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. ഇവിടെ നോക്കൂ, ഈ അറേഞ്ച്മെന്റിൽ ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് കോഴ്സ് നോക്കുക. നമുക്ക് ഫസ്റ്റ് കോഴ്സിൽ നമ്മൾ കാണുന്നത് എന്താണ്? സ്ട്രക്ചറാണ്, 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 സ്ട്രക്ചറാണ്. സെക്കൻഡ് കോഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഹെഡറാണ്, ഇത് ഹെഡറാണ്, ഇത് ഹെഡറാണ്. തേർഡ് സ്ട്രക്ചർ, ഫോർത്ത് ഹെഡർ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ആണ്, സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് ഹെഡേഴ്സ് ആണ്. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും, ഓഡ് കോഴ്സസ് ആർ സ്ട്രക്ചേഴ്സ് ആൻഡ് ഈവൻ കോഴ്സസ് ആർ ഹെഡേഴ്സ്. നിർബന്ധമില്ല, ഫസ്റ്റ് കോഴ്സ് വേണമെങ്കിൽ ഹെഡേഴ്സ് ആവാം, സെക്കൻഡ് കോഴ്സ് സ്ട്രക്ചറും ആവാം. സോ ഈ തരത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് കോഴ്സസ് റിപ്പീറ്റ്, ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി വരികയാണ്. ഓൾട്ടർനേറ്റ് കോഴ്സസ് ആർ ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഇത്തരത്തിൽ ആദ്യത്തെ ഒരു കോഴ്സ് സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ ഹെഡർ വയ്ക്കും, പിന്നെ വീണ്ടും സ്ട്രക്ചർ വയ്ക്കും, വീണ്ടും ഹെഡർ വയ്ക്കും. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരം ബോണ്ടുകളെയാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ടിന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേസണറി വർക്കാണ്. ദിസ് ബോണ്ട് ഈസ് കൺസിഡർഡ് ടു ബി ദ സ്ട്രോങ്ങസ്റ്റ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ വെർട്ടിക്കൽ ജോയിന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ക്യൂൻ ക്ലോസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് പാതിയായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് അവിടെ വെച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അവിടുത്തെ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ രണ്ട് ഹെഡർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് വരും. സോ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യൂൻ ക്ലോസർ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ബ്രിക്കിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുക. പിന്നെ വേറൊരു കാര്യമായിട്ടുള്ളത്, ഈ വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിന് ലാപ്പ് എന്നാണ് പറയുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ സക്സസീവ് കോഴ്സസ്. അടുത്തടുത്ത് വരുന്ന രണ്ട് കോഴ്സുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ജോയിന്റ്സ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ ലാപ്പ് ഡിസ്റ്റൻസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഇതാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിൽ നിങ്ങൾ മനസ്സിലാക്കുക, സ്ട്രക്ചറും ഹെഡറും മാറി മാറി, ഒരു കോഴ്സിൽ സ്ട്രക്ചർ ആണെങ്കിൽ ആ കോഴ്സിൽ സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, നെക്സ്റ്റ് കോഴ്സിൽ ഹെഡർ മാത്രമാണെങ്കിൽ ആ ഹെഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ തരത്തിൽ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് വെച്ച് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയും. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ബോണ്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട്
ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊരു വളരെ സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ലെയറിൽ സ്ട്രക്ചർ ആണെങ്കിൽ അത് സ്ട്രക്ചർ, നെക്സ്റ്റ് ഹെഡർ, ഇത് റിപ്പീറ്റ് ചെയ്യും, ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല അതിൽ. സോ നെക്സ്റ്റ് ഈസ് ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് ഈച്ച് കോഴ്സ് കംപ്രസസ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. സോ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, ഈ ഒരു ലെയർ എടുക്കുകയാണെങ്കിൽ ആദ്യം ഇതൊരു ഹെഡറാണ്, ഇതൊരു സ്ട്രക്ചറാണ്, ഇത് ഹെഡറാണ്, ഇത് സ്ട്രക്ചറാണ്, ഇത് ഹെഡറാണ്, പിന്നെ സ്ട്രക്ചർ വന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ബോണ്ട് പോലെയല്ല ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ടിൽ ഈച്ച് കോഴ്സ്, ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ കോഴ്സിൽ തന്നെ എന്തുണ്ടാവും, ഇറ്റ് കംപ്രൈസസ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ. ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ഒരു സിംഗിൾ കോഴ്സിൽ തന്നെ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള മെയ്സണറി അറേഞ്ച്മെന്റിനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 3/4 ബാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് ഈച്ച് കോഴ്സ് പ്രസന്റ് ദ സെയിം അപ്പിയറൻസ് ബോത്ത് ഇൻ ദ ഫ്രണ്ട് ഫേസ് ആൻഡ് ഇൻ ദ ബാക്ക് ഫേസ്. ഫ്രണ്ടിലെ ഫേസിലും ബാക്കിലെ ഫേസിലും ഈ സെയിം അറേഞ്ച്മെന്റ്, ഹെഡർ, സ്ട്രക്ചർ, ഹെഡർ. ഇപ്പൊ ഇതിനെന്താണ്, ഇതൊരു 1 ബ്രിക്ക് തിക്ക് വാളാണ്. ഇതിന്റെ പിന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം സെയിം ഫ്ലെമിഷ് ബോണ്ട് അറേഞ്ച്മെന്റ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയാം. സോ ഇത് രണ്ട് ഫേസിലും സെയിം അപ്പിയറൻസ് ആയിരിക്കും കൊടുക്കുക. സോ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഡബിൾ ഫ്ലെമിഷ് എന്ന് പറയും. ഇനി ഇവിടെ നോക്കൂ, സിംഗിൾ ഫ്ലെമിഷ്. സോ 1 ബ്രിക്ക് തിക്ക് വാളിൽ നമുക്ക് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക, കാരണം ഒരു ബ്രിക്കിൻ്റെ അതേ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെ ആയിരിക്കും ബാക്കിൽ വരിക. ബട്ട് നമ്മൾ 1.5 പോവുകയാണെങ്കിൽ 1.5 ബ്രിക്ക് തിക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ ഫ്ലെമിഷ് അറേഞ്ച്മെൻറ്റിൽ എങ്ങനെയാണ്, ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഫ്ലെമിഷ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിലോ അത് ഫ്ലെമിഷ് അറേഞ്ച്മെൻ്റ് അല്ല. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അത് 1.5 ബ്രിക്ക് തിക്കിനും 2 ബ്രിക്ക് തിക്കിനും അതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ രണ്ട് ഫേസിലും ഒരേ ഫ്ലെമിഷ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നും, ഒരു ഫേസിൽ ഫ്ലെമിഷിൻ്റെ അറേഞ്ച്മെൻറ്റും മറ്റു ഫേസിൽ വേറെ ഏതെങ്കിലും ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അതിനെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് പറയുക. സോ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടായിരുന്നു. ഇവിടെ ഫ്ലെമിഷ് ബോണ്ടിൽ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് വൈസ് വളരെ ഇങ്ങനെ ഈ രീതിയിൽ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്യാത്ത രീതിയിൽ ഉള്ള ബിൽഡിങ്ങിലൊക്കെ നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് ചെയ്യാറുണ്ട്. ഫ്ലെമിഷ് ബോണ്ട് ചെയ്യുമ്പോൾ അത് അപ്പിയറൻസ് വൈസ് വളരെ നല്ല അപ്പിയറൻസ് ആയിരിക്കും ഫ്ലെമിഷ് ബോണ്ട് തരിക. സോ ഇത്രയാണ് ബ്രിക്ക് മെയ്സണറിയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് നോക്കാം. So in which bond brick is laid with its length in the direction of wall? Direction of wall നമ്മൾ മുന്നിൽ നിന്ന് ഒരു എലിവേഷൻ വ്യൂ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് പോർഷനാണ്, സ്ട്രക്ചറാണ് കാണുന്നതെങ്കിൽ അതിന് ഏത് ബോണ്ട് എന്നാണ് പറയുക? സോ ദാറ്റ് ഈസ് സ്ട്രക്ചർ ബോണ്ട്. സോ ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ബ്രിക്കിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്.
വാട്ട് ഈസ് എ മാക്സിമം പെർമിസിബിൾ ടോളറൻസ് ഫോർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് റെസ്പെക്റ്റീവ്ലി. അത് ബ്രിക്കിൻ്റെ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ലെങ്ത്തിന് ±6 mm, വിഡ്ത്തിന് ±3 mm ആയിരുന്നു ടോളറൻസ് വരിക. Then what should be observed ideally when two bricks are stuck together? രണ്ട് ബ്രിക്ക് സ്ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സൗണ്ടാണ് ഉണ്ടാവുക എന്നാണ്. ഇതൊരു സൈറ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ ബ്രിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പോർഷൻ സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു ക്ലിയർ മെറ്റാലിക് റിംഗിങ് സൗണ്ട് എന്നാണ് എക്സാക്റ്റ് പറയുക. അത്തരത്തിലുള്ള ഒരു സൗണ്ട് ആയിരിക്കും, ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നല്ല ക്വാളിറ്റി ബ്രിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചതാണ്. When observed, efflorescence is more than 10% but less than 50% exposed area. Efflorescence എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിട്ട് 24 hours ശേഷം പുറത്തിട്ട് ഷെയ്ഡിൽ ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൊടി വൈറ്റ് പൗഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ ആ വൈറ്റ് പൗഡേഴ്സ് കാണുന്നത് അതിൻ്റെ മൊത്തം സർഫസ് ഏരിയയുടെ 10 to 15% ആണെങ്കിൽ ഏതായിരിക്കും എഫ്ലോറസൻസ്? മോഡറേറ്റ് എഫ്ലോറസൻസ് ആയിരിക്കും. പിന്നെ വാട്ട് ഡസ് M1 ഇൻഡിക്കേറ്റ്സ് ഇൻ ദ ഫോർമുല പെർസെൻറ്റേജ് ഓഫ് വാട്ടർ? M1 എന്താണെന്നുള്ളതാണ്. ഇത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്ഡ്. ബ്രിക്കിനെ അബ്സോർബ് ചെയ്ത പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളം അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള ബ്രിക്കിൻ്റെ വെയിറ്റ് മൈനസ് അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള വെയിറ്റ് ഡിവൈഡ് ബൈ ഡ്രൈ ആയിട്ടുള്ള വെയിറ്റ് ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ M1 എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓവൻ ഡ്രൈഡ് ആൻഡ് കൂൾഡ് മാസ് ഓഫ് ബ്രിക്ക്. ബ്രിക്ക് ബ്രോക്കൺ സാൻഡ് ഈസ് നോൺ ആസ്. ബ്രിക്ക് ബ്രോക്കൺ സാൻഡിനെ എന്തെന്നാണ് പറയാമെന്നാണ് ചോദ്യം. സുർക്കി എന്നുള്ളതാണ് ആൻസർ. സോ ഇത്രയാണ് നമുക്ക് ബ്രിക്ക് മേസണറിയിൽ പഠിക്കാനുള്ളത്. ബ്രിക്ക് മേസണറിയിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പോർഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സിമെൻറ്റിലേക്ക് പോവാം. പ്രസൻറ്റേഷൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, സോ അടുത്തൊരു ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് പഠിക്കാനുള്ളത് പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ്. ബ്രിക്ക് എന്നുള്ളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, ക്വാളിറ്റി, അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പോർഷനായിട്ടുള്ള ബ്രിക്ക് മേസണറി എന്നുള്ള ഒരു പോർഷനും നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മുടെ അടുത്തൊരു ബിൽഡിംഗ് എന്ന് പറയുന്നത് സിവിൽ ഇൻഡസ്ട്രിയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് സിമെൻ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റിനെ നമ്മൾ പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്നാണ് പറയുക. പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണുന്ന കല്ലുകളോട് ഒക്കെ ഇതിനൊരു കളറിനൊക്കെ ഒരു സാമ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നാണ് പറയുക. സാധാരണ സിമെൻറ്റിനെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, OPC എന്ന് പറയും. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, OPC. സോ സിമെൻറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. സിമെൻറ്റ് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കോൺക്രീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോൺക്രീറ്റ് എന്ന് പറയുന്നതിൽ സിമെൻറ്റ് ഉണ്ടായിരിക്കും, മണലുണ്ടായിരിക്കും, മെറ്റൽ ഉണ്ടായിരിക്കും, സ്റ്റോണ് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, വെള്ളം ഉണ്ടായിരിക്കും. ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് മണലിൻ്റെ ഒപ്പം സിമെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് സിമെൻറ്റ്? സിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈൻഡർ. സോ ഇത് ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും, കോൺക്രീറ്റോ മോട്ടോറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും കമ്പൈൻ ചെയ്തിട്ട് നിർത്തുന്ന, അതിനെ കമ്പൈൻ ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് അതിനെ ബൈൻഡർ എന്ന് പറയുക. വളരെ കോമൺ ആയിട്ട് നമുക്ക് പറയാം സിമെൻറ്റ് ഈസ് എ ബൈൻഡർ.
അല്ലെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽ. എ സബ്സ്റ്റൻസ് ദാറ്റ് സെറ്റ്സ് ആൻഡ് ഹാർഡൻസ് ആൻഡ് ക്യാൻ ബൈൻഡ് അതർ മെറ്റീരിയൽസ് ടുഗദർ. അപ്പോൾ അതർ മെറ്റീരിയലിനെ ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് നിർത്തും, അതേപോലെ തന്നെ അത് സെറ്റാവും, പിന്നെ ഹാർഡൻ ആവും. വീട്ടിലൊക്കെ നമ്മളൊരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞൊരു ചുമര് നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ആ ചുമരിൽ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ വഴിക്ക് തൊടുകയാണെങ്കിൽ അവിടെ കുഴിഞ്ഞു പോകും, അത് സ്ട്രെങ്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോയില്ല, അത് സെറ്റായി തുടങ്ങും. അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് അത് സ്ട്രെങ്ത്, അത് ഹാർഡൻ ആവും. ഹാർഡൻ ആയി തൊട്ട് കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കറിയാം. സോ സിമെൻ്റ് അത് കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റാവും, ഹാർഡൻ ആവും, അങ്ങനെയൊക്കെ ചെയ്യും. സോ പോർട്ട്ലാൻഡിലുള്ള നാച്ചുറൽ സ്റ്റോണിൻ്റെ റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് അതിന് പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്നുള്ള പേര് വരാൻ കാരണം. ഇന്ത്യയിൽ പോർട്ട്ലാൻഡ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്തത് 1904 മദ്രാസിൽ വെച്ചിട്ടാണ്. സോ ഇനി നമുക്ക് സിമെൻറ്റ് എന്താണെന്ന് നോക്കാം. സോ സിമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള 2 റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈം സ്റ്റോണും ക്ലേയുമാണ്. ലൈം സ്റ്റോൺ കൽക്കേരിയസ് മെറ്റീരിയൽ ആണ്, ക്ലേ ആർജിലീഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുക. സോ അതിൻ്റെ സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കൽക്കേരിയസ് ആൻഡ് ആർജിലീഷ്യസ് മെറ്റീരിയൽ എന്നാണ് പറയുക. സോ ഇതാണ് അതിൻ്റെ റോ മെറ്റീരിയൽ, ലൈം സ്റ്റോണും ക്ലേയും. ഇനി അതിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ബ്രിക്കിൽ സിലിക്ക ആയിരുന്നു മേജർ കണ്ടന്റ് എങ്കിൽ സിമെൻറ്റിലെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് ലൈമാണ്. ദെൻ സെക്കൻഡ് മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സോ ദാറ്റ് ഈസ് SiO2. ദെൻ അലുമിന, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ആൽക്കലീസ്, സൾഫേറ്റ്, CS4 അങ്ങനത്തെ ഒരുപാട് കണ്ടൻസ് കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഓക്സൈഡ് കോമ്പോസിഷൻ, റോ മെറ്റീരിയലിൻ്റെ ഓക്സൈഡ് കോമ്പോസിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെയും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് സിമെൻറ്റ്. സോ ആൻസർ ലൈമാണ്, സെക്കൻഡ് മേജർ സിലിക്കയാണ്. സോ ഇതാണ് ഓക്സൈഡ് കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽ. ഇനി അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് നോക്കാം. ഈ റോ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിലെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റോ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 പ്രോസസ്സുകളുണ്ട്. ഒന്ന് വെറ്റ് പ്രോസസ്സ്, ദെൻ രണ്ടാമത്തേത് ഡ്രൈ പ്രോസസ്സ്. സോ ഈ 2 പ്രോസസ്സിലൂടെയാണ് റോ മെറ്റീരിയൽ, സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യുന്നത്. So wet process are more accurate control in mixing of raw material. In wet process, slurry contain 30 to 50% water. ഇപ്പം നനവോട് കൂടി വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഒരു സ്ലറി പരുവത്തിലാക്കിയിട്ട് ആണ് ഇതിൻ്റെ ഗ്രൈൻഡിങ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് വെറ്റ് പ്രോസസ്സ് എന്ന് പറയുക. ഇനി അതിൽ വെള്ളം ഒന്നും ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ടാണ് ഈ റോ മെറ്റീരിയലിനെ ഗ്രൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡ്രൈ പ്രോസസ്സ് എന്നും, അതിനാണ് ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുക. സോ വെറ്റ് പ്രോസസ്സിൽ 30 to 50% വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്യുറേറ്റും, വെറ്റ് പ്രോസസ്സ് ആക്യുറേറ്റ് ആവുള്ളത് അത് ഒരു സ്ലറി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിലൊക്കെ നമുക്ക് അതിനെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഡ്രൈ ആയിട്ടുള്ള സമയത്ത് വളരെ വളരെ സ്മോൾ പാർട്ടിക്കിളായിട്ടാണ് ഇത് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങോട്ടൊക്കെ പറന്നു പോകാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്, പുറത്തേക്കൊക്കെ ലോസൊക്കെ ഉണ്ടായിരിക്കും. സോ അത്രയും കൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈ പ്രോസസ്സ് എന്നുള്ളത്. സോ ഇത് സിമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ചൂളയാണ്. ഇതിനെ കില്ലെന്നാണ് പറയുക, റോട്ടറി കിൽ. റോട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്തിൽ ഡയമീറ്ററിലുള്ള ഇതൊരു ഡ്രൈവ് ഗിയർ, ഒരു ഗിയർ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ബർണർ പൈപ്പ് ഉണ്ടായിരിക്കും, അതിൽ ഒരു ഫ്ലെയിം, അതിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഫ്ലെയിം ഉണ്ടായിരിക്കും. പിന്നെ ഹോട്ട് എയർ സപ്ലൈ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എൻഡിലൂടെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യും. അതിനെ ഫീഡ് ചെയ്യുക എന്നാണ് പറയുക.
അങ്ങനെ ഫീഡ് ചെയ്ത് ഈ റോട്ടറി കില്ലിലൂടെ റൊട്ടേറ്റ് ചെയ്ത് ഈ റോട്ടറി കിൽ അല്ലെങ്കിൽ ഈ ചൂളയുടെ അകത്ത് ഇതിനൊരു ലൈനിങ് ഉണ്ടായിരിക്കും. ഇതിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറാണ് ഈ ഒരു റോട്ടറി കില്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു ലൈനിങ് കൊടുത്തിരിക്കും. ആ ലൈനിങ് കൊടുക്കുന്നത് ഫയർ ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൊടുക്കുന്നത്. ഈ കാണുന്നത് ഫയർ ബ്രിക്കാണ്. അപ്പോൾ ഫയർ ബ്രിക്ക് വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, ഫീഡ് കൊടുക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വളരെ നല്ല ലെങ്ത് ഉണ്ടായിരിക്കും. സ്റ്റീലിൻ്റെ ഷെല്ലാണ് പുറത്തുണ്ടാവുക, ഫ്ലെയിം വരും. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ചെറിയൊരു ഇൻക്ലിനേഷനിലാണ്, ഒരു സ്മോൾ ഇൻക്ലിനേഷനാണ് ഈ റോട്ടറി കില്ലുണ്ടായിരിക്കുക. അപ്പോൾ ഫീഡ് ചെയ്തിട്ട് ഈ റോ മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ ഈ ടെമ്പറേച്ചറിലൂടെയൊക്കെ കടന്ന് താഴെ ഇങ്ങോട്ട് അവസാനം ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരും. സോ ആ ഫൈനൽ പ്രൊഡക്റ്റിനെ ക്ലിങ്കർ എന്നാണ് പറയുക. സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയും. സോ സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയുന്നത് ഇവിടെ ഫീഡൊക്കെ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരു കട്ടകളായിട്ട് ഇത് പുറത്തേക്ക് വരും. അതിനാണ് സിമൻറ്റ് ക്ലിങ്കർ എന്ന് പറയുക. ഇത് വളരെ ചൂടുണ്ടായിരിക്കും, അത് കൂളറിലേക്ക് പോകും. സോ അതാണ് പറയുന്നത് ഡ്രൈ പ്രോസസ് റോ മെറ്റീരിയൽ ക്രഷ്ഡ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഡ്രൈ സ്റ്റേറ്റിലായിരിക്കും ഈ ഒരു റോ മെറ്റീരിയൽ ക്രഷ് ചെയ്തെടുക്കുക. ഗ്രൈൻഡിങ് മില്ല് വളരെ ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഫർദർ ബ്ലെൻഡഡ് ബൈ മീൻസ് ഓഫ് കംപ്രസർ ഉപയോഗിച്ച് ഇതിനെ ബ്ലെൻഡ് ചെയ്യും. മെറ്റീരിയലൊക്കെ കറക്റ്റ് മിക്സ് ചെയ്ത് വരണം. ദ എയറേറ്റഡ് പവർ ടെൻഡഡ് ടു ബിഹേവ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലിക്വിഡ്. ഈ ഡ്രൈ സ്റ്റേറ്റിലുള്ള സാധനം ഓൾമോസ്റ്റ് ഒരു ലിക്വിഡ് പോലെയാണ്. വളരെ ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കും. സോ ആ വളരെ ഫൈനായിട്ടുള്ള പൗഡർ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ഒരു കോമ്പോസിഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ അതേപോലെ തന്നെ വെറ്റ് പ്രോസസ്സ്, നമുക്ക് വെറ്റ് പ്രോസസ്സ് എന്ന് പറയാം. അതിൽ 30 to 50% ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫ്യൂവൽ കൺസംഷൻ കൂടുതലായിരിക്കും. ഇനി ഡ്രൈ ആവുമ്പോൾ അതിൽ ഫ്യൂവൽ കൺസംഷൻ കുറവായിരിക്കും. ഇനി അതിൻ്റെ കില്ലിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ആ ഹൈ ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് റോ മെറ്റീരിയലിനെ. സോ അതിൽ പാർഷ്യലിയൊക്കെ ഫ്യൂസൊക്കെ ആയിട്ട് നോഡുലാർ ഷേപ്പ്ഡ് ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, നോഡുലാർ ഷേപ്ഡ് ക്ലിങ്കേഴ്സ്. ഇനി റോട്ടറി കിൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ചൂളയാണത്. റോട്ടറി കിൽ ഇസ് എ തിക്ക് സിലിണ്ടർ ഹാവിങ്, അതിൻ്റെ ഡയമീറ്റർ 3 മുതൽ 8 മീറ്റർ ഒക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. ഏകദേശം ഒരു 3 to 8 മീറ്റർ ഒക്കെ ഡയമീറ്റർ ഉണ്ടായിരിക്കും. ആൻഡ് കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ 30 to 200 മീറ്റർ വരെയൊക്കെ വാരി ചെയ്യും. 20 to 30% material get fused and fused must turn into nodular size of 3 mm to 20 mm. സോ അതാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്ട്സ്. സോ ക്ലിങ്കർ, സോ സിമെൻറ്റിൻ്റെ ആ ഫൈനൽ പ്രൊഡക്റ്റിന് ക്ലിങ്കർ എന്നുള്ള പേരാണ് ടെക്നിക്കൽ ടേം. അത് ഓർത്ത് വയ്ക്കുക, അത് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ക്ലിങ്കർ എന്നുള്ള പേര്. Clinker drops into rotary cooler where it is cooled under controlled condition. The clinker is stored in silos or bins. Silos എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്ന ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് സൈലോസ് എന്ന് പറയുന്നത്. സൈലോസ് ഓർ ബിൻസ്, ഇതിലാണ് അത് സ്റ്റോർ ചെയ്യാം. ക്ലിങ്കർ വെയ്സ് അബൌട്ട് 1100 to 1300 grams per liter. ഇനി നമുക്ക് ക്ലിങ്കർ ആണ് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ആ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയ ക്ലിങ്കറിനെ പൊടിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിവിൽ ഇൻഡസ്ട്രിയിൽ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇതിനൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് സെറ്റ് ആണെങ്കിൽ അപ്പം തന്നെ ഇത് വളരെ പെട്ടെന്ന് സിമെൻറ്റ് സെറ്റാവുക എന്ന് പറഞ്ഞാൽ അത് കട്ട പിടിക്കും. നമ്മൾ സിമെൻ്റൊക്കെ തണുപ്പത്തൊക്കെ വെച്ച് ഇട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അത് വളരെ കട്ടിയായിട്ട് ഒരു കല്ല് പോലെ ആയി മാറും. അത് നമുക്ക് വീണ്ടും പൊടിച്ചിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു.
സെറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്തതിനെ പൊടിച്ചെടുത്ത് വീണ്ടും നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ സിമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉപയോഗിക്കണം. ഇത് ഒരു ക്ലിങ്കർ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലാഷ് സെറ്റ് എന്നാണ് അങ്ങനെ പറയുക. ഫ്ലാഷ് സെറ്റിംഗ്, ഒരു ഫ്ലാഷ് സെറ്റിങ് സംഭവിക്കും. അങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലാഷ് സെറ്റിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സോ ആ രീതിയിൽ അതിൻ്റെ ഫ്ലാഷ് സെറ്റിങ് ടു പ്രിവെൻറ്റ് ദ ഫ്ലാഷ് സെറ്റിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്, 3 to 5% ജിപ്സം അതിൽ സിമെൻറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. 3 to 5% ഓഫ് ജിപ്സം ഈ ക്ലിങ്കറിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കും. കൂൾഡ് ക്ലിങ്കർ ഈസ് ദെൻ ഗ്രൗണ്ട് ഇൻ ബോൾ മിൽ. ഇതൊരു ബോൾ മില്ലാണ്. ഇതിൽ ക്ലിങ്കേഴ്സ് ഉണ്ടാവും. ഇത് തരത്തിലുള്ള ബോൾ അതിൻ്റെ ഉള്ളിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ അത് പൊടിയും. ഒരു പൊടിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലിങ്കറിന് ഫ്ലാഷ് സെറ്റിങ്ങിൻ്റെ സംഭവിക്കും. സോ ആ ഫ്ലാഷ് സെറ്റിംഗ് ടു പ്രിവെൻറ്റ് ദ ഫ്ലാഷ് സെറ്റിംഗ് 3 to 5% ജിപ്സം ആഡ് ചെയ്തുകൊണ്ട് അതിനെ പൊടിക്കും. സോ ഈ 3 to 5% ജിപ്സം ആഡ് ചെയ്ത് പൊടിച്ചു വരുന്ന അതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന സിമെന്റ് എന്ന് പറയുന്നത് അതാണ്. ഇത് ജസ്റ്റ് ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാം മാത്രമാണ്. വെറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, ക്ലേയും ലൈം സ്റ്റോൺ ആണുള്ളത്. അതിൽ വെള്ളം ചേർത്ത് ഇതേപോലെ പൊടിച്ചെടുത്ത് സ്റ്റോറേജ് ബേസിനിലേക്ക് വരും. എന്നിട്ട് അത് വളരെ നനവോട് കൂടിയിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യും. അതിനെ സ്ലറി എന്നാണ് പറയുന്നത്. അതിനെ സ്ലറി കറക്റ്റ് കോമ്പോസിഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ സ്റ്റോറേജ് ഓഫ് കറക്റ്റഡ് സ്ലറി, ആ കറക്റ്റ് കോമ്പോസിഷനുള്ള സ്ലറി നമ്മൾ സ്റ്റോർ ചെയ്യും. അത് കോളോ ഗ്യാസോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിക്കുക. അതായത് റോട്ടറി കില്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ റോട്ടറി കില്ലിലേക്ക് അത് ഫീഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫീഡ് ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, സ്ലറി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്ലിങ്കേഴ്സ്. ഒന്നുമില്ല, റോട്ടറി കില്ലിലൂടെ അത് മൂവ് ചെയ്ത് താഴത്തേക്ക് എത്തുമ്പോഴേക്കും അത് ചെറിയൊരു ഇൻക്ലിനേഷനിലായിരിക്കും. അപ്പോൾ അത് ക്ലിങ്കറായിട്ട് മാറും. ആ ക്ലിങ്കറിൽ 2 to 3% ജിപ്സം ആഡ് ചെയ്യുന്നു. അത് പൊടിച്ചെടുക്കുന്നു, സിമെൻറ്റിൻ്റെ സൈലോസിലേക്ക് പോകുന്നു, പാക്ക് ചെയ്യുന്നു. സോ ഇത്തരത്തിലാണ് ഒരു സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രോസസ്സിൽ ഫ്ലാഷ് സെറ്റിങ്, ക്ലിങ്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വയ്ക്കുക. 3 to 5% ജിപ്സം ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ഇപ്പോൾ നമുക്ക് എന്തായി, സിമെൻറ്റ് എന്നുള്ള പ്രൊഡക്റ്റായി. സിമെൻറ്റ് എന്നുള്ള പ്രൊഡക്റ്റിനെ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് ക്ലിങ്കറിൻ്റെ ഓക്സൈഡ് പ്രസന്റ് റോ മെറ്റീരിയൽ വെൻ സബ്ജക്റ്റഡ് ടു ഹൈ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ കമ്പൈൻ വിച്ച് ഈച്ച് അതർ ടു ഫോം എ കോംപ്ലക്സ് കോമ്പൗണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ബൂക്സ് കോമ്പൗണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഓക്സൈഡ്സ് അതിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഒക്കെ നമ്മൾ നോക്കി. സോ അത് ഈ ടെമ്പറേച്ചറിൽ കമ്പൈനായിട്ട് പിന്നെ അതിൻ്റെ ഫ്യൂസ് ചെയ്ത് അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ മാറും. സോ അത് വീണ്ടും ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അത് ബൂക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ബൂക്സ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. ഏതൊക്കെയാണ് സിമെൻ്റ് ആയതിനു ശേഷം അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്നുള്ളത്. സോ അതിലൊരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് മേജറായിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള 4 കോമ്പൗണ്ട്സ് ആണ് മെയിനായിട്ട് ഒരു സിമെൻറ്റിലുള്ളത്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, അതിൻ്റെ ഫോർമുല 3CaSiO2. അതിന് അബ്രിവിയേറ്റഡ് ഫോർമുലയിൽ C3S എന്നാണ് പറയുക. സി ടേംസ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കുക, C3S. ദെൻ ഡൈ കാൽഷ്യം സിലിക്കേറ്റ് 2CaOSiO2, അതിനെ C2S എന്നാണ് പറയുക. ദെൻ ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, ദാറ്റ് ഈസ് 3CaOAl2O3, C3A എന്നാണ് നമ്മൾ അബ്രിവിയേറ്റഡ് ആയിട്ട് തന്നെ പറയുക. ദെൻ ടെട്രാ കാൽഷ്യം അലുമിനോഫെറേറ്റ് 4CaOAl2O3 Fe2O3 C4AF. ഓക്കെ, സോ ഇത്തരത്തിലുള്ള 4 കോമ്പൗണ്ടാണ് മേജർ സിമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ബൂക്സ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇതിനെ ബൂക്സ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. സോ ഏതൊക്കെയായിരുന്നു, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ഡൈ കാൽഷ്യം
സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. ഈ 4 കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഇനി ഈ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടൻസ് അല്ല. ടോൺ ബോം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സയന്റിസ്റ്റ് അതിന് വേറൊരു പേരിട്ട് വിളിച്ചു. ഈ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിനെ ആള് എലൈറ്റ് എന്നും, ഡൈ കാൽഷ്യത്തിന് ബില്ലൈറ്റ് എന്നും, ട്രൈ കാൽഷ്യം അലുമിനേറ്റിനെ സിലൈറ്റ് എന്നും, ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റിനെ ഫെലൈറ്റ് എന്നാണ് ആള് പേരിട്ട് വിളിച്ചിരുന്നത്. ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ദെൻ ഈ കോമ്പൗണ്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ C3S എന്തായിരുന്നു? ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ആൻഡ് C2S ഈസ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ ഇതാണ്, ഈ രണ്ടും കൂടിയിട്ടുള്ളതാണ് സിമെന്റ് എന്നുള്ള പ്രൊഡക്റ്റ് ആയതിനു ശേഷം, ചിപ്സ് ഒക്കെ ചേർത്ത് പൊടിച്ചിട്ടുള്ള സിമെന്റ് എന്നുള്ള പ്രൊഡക്റ്റ് ആയതിനു ശേഷം അതിൻ്റെ സിമെന്റിന്റെ മേജർ കണ്ടന്റ്, റോ മെറ്റീരിയൽ അല്ല, സിമെന്റിന്റെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് C3Sഉം C2S ആണ്. ഇത് മൊത്തത്തിൽ 70 to 80% ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് C3Sഉം C2S ആയിരിക്കും. ആവറേജ് C3S കണ്ടന്റ് ഇൻ മോഡേൺ സിമെന്റിൽ C3S വളരെ കൂടുതലാണ്. C3S എന്ന് പറയുന്നത് 45% ആണ്. ദെൻ C2S കണ്ടന്റ് ഈസ് 25%. C2S കണ്ടന്റ് ഈസ് 25%. സോ മൊത്തത്തിൽ സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ C3Sഉം C2Sഉം ആണ് അതിൻ്റെ മെജോറിറ്റി സിമെന്റിന്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് C3Sഉം C2Sഉം ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് നോക്കാം. ഇതിന്റെ വാല്യൂ ഇറ്റ് ഈസ് അബൌട്ട് 25 to 50% ഓഫ് സിമെന്റ്. ഇറ്റ് ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി, generating high heat and develops early hardness and strength. സോ ഈ ഒരു സെന്റൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇതിൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഹൈഡ്രേറ്റ്സ് എന്നുള്ള ടേം പറയുമ്പോൾ ഹൈഡ്രേഷൻ പ്രോസസ് ഓഫ് സിമെന്റ്. ഹൈഡ്രേഷൻ പ്രോസസ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേഷൻ പ്രോസസ് ഓഫ് സിമെന്റ് എന്നാണ് പറയുക. സിമെന്റ് നമുക്കറിയാം, സിമെന്റ് നമ്മളൊരു ബൈൻഡിങ് മെറ്റീരിയലായിട്ട്, ബൈൻഡറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സിമെന്റിൽ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ സിമെന്റും വെള്ളം കൂടി മിക്സ് ആവും, അത് പിന്നെ സെറ്റാവും, ഹാർഡനാവും, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. സോ സിമെന്റും വെള്ളവും തമ്മിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സിമെന്റ് പ്ലസ് വാട്ടർ. സിമെന്റ് പ്ലസ് വാട്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബുക്സ് കോമ്പൗണ്ട് കിട്ടും. ഇതൊരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. സിമെന്റും വെള്ളവും തമ്മിലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. സോ സിമെന്റിൻ്റെ ഒപ്പം വെള്ളം ആഡ് ചെയ്യുമ്പോൾ കെമിക്കൽ അത് റിയാക്ട് ചെയ്യും. സോ റിയാക്ട് ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. സോ അങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഹൈഡ്രേഷൻ പ്രോസസ്സ് എന്ന് പറയാം. അതാണ് സിമെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൊള്ളി എന്നൊക്കെ പറയാറുണ്ട്, തൊലിയൊക്കെ പോകാറൊക്കെ ഉണ്ട്, അവിടെ നല്ല ചൂട് പുറത്തേക്ക് വിടും. സോ ഹൈഡ്രേഷൻ പ്രോസസ് ഈസ് എ എക്സോതെർമിക് പ്രോസസ്
സോ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഹൈഡ്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. സോ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിനെ പറയുകയാണെങ്കിൽ ഇറ്റ് ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് അത് റിയാക്ട് ചെയ്യും, ജനറേറ്റിംഗ് ഹൈ ഹീറ്റ് ആൻഡ് ഡെവലപ്പ് ഏർലി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഈ സിമെൻ്റ് എടുക്കുകയാണെങ്കിൽ സിമെൻറ്റിൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം. കുറേ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മോൾഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ അതിന് മുന്നേ തന്നെ ഉപയോഗിക്കണം. ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അത് സെറ്റാവും, കുറേ കഴിയുമ്പോൾ ഹാർഡൻ ആവും. അപ്പോൾ സെറ്റ് ആവുക എന്നുള്ള പ്രോസസ്സ് ആദ്യമായിട്ട് ഫസ്റ്റ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ അതൊരു ഏർലി പ്രോസസ്സാണ്. ഹാർഡൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പിന്നെയും കുറച്ചും കൂടി സമയമെടുക്കും. സോ അതൊരു ലേറ്റർ സ്റ്റേജിലാണ് അത് നടക്കുന്നത്. സോ ആ സിമെൻറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള അതിൻ്റെ ഒരു സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി ആൻഡ് ജനറേറ്റിംഗ് ഹൈ ഹീറ്റ് ആൻഡ് ഡെവലപ്സ് ആൻ ഏർലി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഫസ്റ്റുള്ള ആ ഒരു ഏർലി ഹാർഡ്നെസ്സും സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആയിരിക്കും. സോ റൈസിംഗ് C/S content beyond the specified limits increases the heat of hydration and solubility of cement in water. എല്ലാം ഒരു കറക്റ്റ് പ്രപ്പോർഷനിൽ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതൊന്നും നല്ലതല്ല. അപ്പോൾ അതിൽ ഒരു 25 to maximum 50% വരെയാണ് വയ്ക്കാറുള്ളൂ. സിമെൻറ്റിന് ഏർലി സ്ട്രെങ്ത് മാത്രമല്ല ലേറ്റസ്റ്റ് സ്ട്രെങ്ത്തും വേണം. The hydrolysis of C/S is mainly responsible for 7 days strength and hardness. The heat of hydration is 500 joules per gram. സോ ഇവിടെ ഒരു 7 ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സിമെൻറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനെ പലകയൊക്കെ വെച്ച് നമ്മൾ ഷട്ടറിങ് ചെയ്യാം. ഷട്ടറിങ് എന്നാണ് കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ ടേം. നാട്ടിൽ തട്ടടിക്കുക, പലക അടിക്കുക, അങ്ങനെ പല പേരുകളും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഷട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേയിലൊന്നും നമ്മൾ പൊളിക്കാറില്ല, അത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് അത് റിമൂവ് ചെയ്യാറുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കറക്റ്റായിട്ടുള്ള സമയത്ത് ചെയ്തില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും പല അപകടങ്ങളും, പാലം പൊളിഞ്ഞു വീണു താഴത്തേക്ക്, ഷട്ടർ പൊളിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടി വീണു എന്നൊക്കെ, അതൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഒരു സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കോൺക്രീറ്റ് എന്നത്. അത് അടുത്തൊരു മെറ്റീരിയലാണ്, നമ്മളിനി പഠിക്കും. കോൺക്രീറ്റ് എന്നൊരു പറഞ്ഞ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കണക്കാക്കുന്നത് അതിൻ്റെ ഒരു 28 ദിവസം 28 ഡേയ്സ് സ്ട്രെങ്ത്. 28 ഡേയ്സ് സ്ട്രെങ്ത് ആണ് സിമെൻറ്റ് കോൺക്രീറ്റ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. അതാണ് ആ ഒരു 28 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിമെൻറ്റിൻ്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഡെവലപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ 0 ഡേയ്സ്, 7, 14, 21, 28. സോ ഇതിൽ സ്ട്രെങ്ത് ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആദ്യത്തെ ഈ ഒരു പീരീഡ് 0 to 7 ഡേയ്സ്, 0 to 7 ഡേയ്സിൽ അത് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് പതിയെ കുറയും. സോ അതിൻ്റെ ഒരു 28 ദിവസത്തിൻ്റെ സ്ട്രെങ്ത് കണക്കാക്കിയിട്ടാണ് ബാക്കിയുള്ള സിവിൽ ബിൽഡിങ്ങുകളുടെയും ബാക്കി കാര്യങ്ങളുടെ ഡിസൈന് പല കാര്യങ്ങളും അതിൻ്റെ സ്ട്രെങ്ത് എന്നുള്ള വാല്യൂ എടുക്കുന്നത് 28 ഡേയ്സ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. 28 ഡേയ്സ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കണക്കാക്കാറുള്ളത്. സോ അതിൻ്റെ ഈ ഫസ്റ്റ് 7 ഡേയ്സിലുള്ള ആ ഒരു സ്ട്രെങ്ത്തിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിമെൻറ്റിലെ കണ്ടന്റ് എന്ന് പറയുന്നത് C/S ആണ്. സോ അതിൻ്റെ ഏർലി സ്ട്രെങ്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഒരു വാല്യൂ ആണ് 500 joules per gram ആണ് അതിൻ്റെ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആയിട്ട് പറയുന്നത്.
ഇതാണ് അപ്പോൾ ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻ്റ് എന്നുള്ള പ്രൊഡക്റ്റിലെ ഒരു മേജർ കണ്ടൻ്റാണ്. വളരെ റാപ്പിഡായിട്ട് ഹൈഡ്രേറ്റ് ആവുന്ന ഒരു കോമ്പൗണ്ടാണിത്. വളരെ generating high heats and develop an early hardness and strength. അതേപോലെ തന്നെ it is mainly responsible for 7 days strength and hardness. The heat of hydration value 500 joules per gram ആണ്. ഇതിനാൽ നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഡൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് about 25 to 40% of cement. And it hydrates and hardness slowly. ട്രൈക്കാൽഷ്യം സിലിക്കേറ്റിൻ്റെ അത്ര വളരെ സ്പീഡായിട്ട് ഇത് ഹൈഡ്രേറ്റ് ചെയ്ത് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യില്ല. ഇത് വളരെ പതുക്കെ സ്ലോലി ആൻഡ് ടേക്സ് ലോങ് ടൈം ടു ആഡ് ടു ദ സ്ട്രെങ്ത്തിലേക്ക് വളരെ അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിലേക്ക് വളരെ സമയം എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ ആ വാല്യൂ ആഡ് ചെയ്ത് വരിക. ഇറ്റ് ഇമ്പാർട്സ് ലേറ്റർ സ്ട്രെങ്ത്. ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത് 260 joules per gram ആണ്. C3S ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പകുതി മാത്രമാണ് അതിൻ്റെ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത്. ഇനി ട്രൈക്കാൽഷ്യം അലുമിനേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് about 5 to 11%. Normally about 10.5% of cement. It's rapidly reacts with water and responsible for flash set of finely grounded clinker. ക്ലിങ്കറിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ഫ്ലാഷ് സെറ്റ് എന്ന് പറഞ്ഞൊരു ടൈം നമ്മൾ പഠിച്ചിരുന്നു. ആ ഫ്ലാഷ് സെറ്റിന് കാരണമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ട്രൈക്കാൽഷ്യം അലുമിനേറ്റ് അതിന് കാരണമായിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഇത് വളരെ റാപ്പിഡായിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് ഫ്ലാഷ് വളരെ പെട്ടെന്ന് സെറ്റ് ആവും. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇനീഷ്യൽ സെറ്റ്, high heat of hydration and has greater tendency to volume changes causing crack. അതിൻ്റെ വോളിയത്തിലുള്ള ചേഞ്ച് വരുന്നതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ വോളിയത്തിലൊക്കെ ചേഞ്ച് എന്ന് പറയാം, സെറ്റ് ആകുന്ന സമയത്തേക്ക് ചേഞ്ച് ചെയ്യുന്ന ക്രാക്കൊക്കെ ഡെവലപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. പ്ലാസ്റ്ററൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പലപ്പോഴും ക്രാക്കുകളൊക്കെ കാണാറുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. സോ ഈ വോളിയം ചേഞ്ച് കൊണ്ട് ക്രാക്ക് വരാനുള്ള ഒരു സാധ്യത ഈ ട്രൈക്കാൽഷ്യം അലുമിനേറ്റ് എന്നുള്ള ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ടുണ്ട്. റൈസിങ് ദ C3A കണ്ടന്റ് റെഡ്യൂസസ് ദ സെറ്റിംഗ് ടൈം. ഈ C3A കണ്ടന്റ് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ് ടൈം കുറയും. സെറ്റിംഗ് ടൈം എന്ന് കുറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക്, ഈ സിമെൻ്റ് എടുത്ത് നമുക്ക് ഡയറക്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ആണ് വെക്കണമെങ്കിൽ സിമെൻ്റ് എടുക്കണേക്കാട്ടി മുന്നേ നമുക്ക് അതിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. സാൻഡ് ഉണ്ട്, അതുപോലെ മെറ്റൽ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. സോ ഇതൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കോൺക്രീറ്റിലേക്ക് എത്തിക്കണം. അതിനുശേഷം അതൊരു വീൽ ബാരയിലോ വേറെ ചട്ടിയിലോ എന്തെങ്കിലും എടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകണം. അവിടെ അത് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് കമ്പിയൊക്കെ എടുത്ത് കുത്തി കോമ്പാക്ട് ചെയ്യണം. അതിനുശേഷം ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത് ട്രവലൊക്കെ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യണം, ചട്ടുകൊക്കെ ഉപയോഗിച്ചിട്ട്. ഈ പ്രോസസ്സിനൊക്കെ വേണ്ട ഒരു സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം സെറ്റിംഗ് ടൈം ഈ സിമെൻറ്റിന് ആവശ്യമാണ്. മിനിമം ഒരു സെറ്റിംഗ് ടൈം വേണം. ആ മിനിമം സെറ്റിംഗ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. സെറ്റിംഗ് ടൈം വളരെ കുറവാണെങ്കിൽ ഈ പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ C3A കണ്ടന്റ് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ് ടൈം അത് കുറയ്ക്കും. വീക്ക്നെസ്, റെസിസ്റ്റൻസ് ടു സൾഫേറ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ സൾഫേറ്റ് അറ്റാക്ക് ഉണ്ടാകാനായിട്ടുള്ള, അതായത് വേറെ കണ്ടന്റായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് ഇതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാനുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കണ്ടന്റ് കൊണ്ട്. ആൻഡ് ലോവേഴ്സ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, അതിൻ്റെ സ്ട്രെങ്ത് അത് റിഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് വളരെ കൂടുതലാണ്. 865 joules per gram ആണ് ട്രൈക്കാൽഷ്യം അലുമിനേറ്റിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെ കണ്ടന്റാണ് ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. ഇത് 8 to 14% ആണ് സിമെൻറ്റിൻ്റെ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലാഷ് സെറ്റ് ബട്ട് ജനറേറ്റ്സ് ലെസ് ഹീറ്റ്.
ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലാഷ് സെറ്റ് ആൻഡ് ബട്ട് ജനറേറ്റ് വളരെ കുറവ് ഫ്ലാഷ് സെറ്റ് ബട്ട് ജനറേറ്റ് ലെസ് വളരെ കുറവ് ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഫ്ലാഷ് സെറ്റിന് കാരണമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. ഇറ്റ് ഹാസ് പുവർ സിമെന്റിങ് വാല്യൂസ്. റേസിംഗ് ദ C4AF കണ്ടന്റ് റെഡ്യൂസസ് ദ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും, സ്ട്രെങ്ത് അത് കുറയ്ക്കും. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഈസ് 420 joules per gram. ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 420 joules per gram ആണ്. ഇതാണ് സിമെന്റിന്റെ ആയതിനു ശേഷമുള്ള ബുക്സ് കോമ്പൗണ്ട് ഏതൊക്കെയാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയി നോക്കി.